ഹലോ, വെൽക്കം ടു രേണുക കറി വേൾഡ്. ഞാൻ നിങ്ങളുടെ രേണു. ഇതപ്പോൾ നമ്മളൊന്ന് വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് വ്യാഴാഴ്ചയാണ്, തലേദിവസം വ്യാഴാഴ്ച പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം. അപ്പോൾ വ്യാഴാഴ്ച രാത്രി നമുക്ക് വീടൊക്കെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് കാണിക്കുന്നത്. അപ്പം മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ളത് ഇതേ ഉള്ളൂ. പെട്ടെന്ന് രാത്രി ആർക്കെങ്കിലും വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച്. പിന്നെ ഞാൻ ഉപ്പിൻ്റെ പാത്രമെല്ലാം തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അത് നാളെ രാവിലെ ഇടുള്ളൂ. വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് കമത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി തലേദിവസം എല്ലാം റെഡിയാക്കി വെച്ചു. വെള്ളിയാഴ്ച അപ്പോൾ നമുക്ക് പൂജയും എന്തെങ്കിലും പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യാഴാഴ്ചത്തെ കോലം. പിന്നെ ഞാൻ നേരം വെളുത്തു. ഗുഡ് മോർണിംഗ്. രാവിലെയായി. നമ്മളൊക്കെ രാവിലെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ ചെയ്യാം. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റെപ്പുമ്മിലെല്ലാം വെള്ളം ഒഴിച്ച് കോലായി എല്ലാം അടിച്ച് കഴുകി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾക്ക് കോലമിടാം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇതാണ് നമ്മുടെ കോലം. അതിന് ശേഷം അടുപ്പിൻ്റെ അവിടെയെല്ലാം അടുപ്പ് ചൂടുവെള്ളം വയ്ക്കാൻ മാത്രമേ ഇവിടെ കത്തിക്കുള്ളൂ. വേറെ ചോറ് വെക്കാനൊന്നും ഞാൻ കത്തിക്കാറില്ല, ചൂടുവെള്ളം വയ്ക്കാൻ മാത്രം. അപ്പോൾ അടുപ്പ് പൊട്ടിയത് കൊണ്ട് വാങ്ങിയ അടുപ്പാണ്. അപ്പോൾ ഇവിടെയെല്ലാം കോലയിടലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ രാവിലെ തന്നെ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കലാണ്. അത് കഴിഞ്ഞാൽ മാവ് നോക്കി. മാവ് നല്ല പൊന്തിയിട്ടൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഇഡ്ഡലി ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഡിഷ് വാഷിൽ ലിക്വിഡൊന്ന് ഒഴിച്ച് വെള്ളമൊക്കെ കലക്കി വെക്കണം. രാവിലെ തന്നെ ഫസ്റ്റത്തെ പണി ഇങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനുണ്ടെങ്കിൽ വേഗം കൈയോടെ കഴുകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അതെല്ലാം അതിന് ശേഷം പിന്നെ ഗ്യാസ് കത്തിച്ച് അതിൽ നമുക്ക് ഇഡ്ഡലിക്കുള്ള വെള്ളം വെക്കലാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഞാൻ ഇഡ്ഡലിക്ക് വെള്ളം വെക്കട്ടെ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിക്ക് വെള്ളം വെച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇഡ്ഡലീൻ്റെ തട്ടിൽ ഞാൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് തടകാറ് കേട്ടോ. അപ്പോൾ അതെല്ലാം തേച്ച് വെച്ച് ഇഡ്ഡലി ഒഴിച്ച് വെച്ചു. അപ്പോൾ ബാറ്ററൊക്കെ നല്ല പൊന്തിയതും അതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. ഇഡ്ഡലി നന്നായിട്ട് കിട്ടുന്നു. അതിന് ശേഷം നമ്മുടെ ഉപ്പിൻ്റെ പാത്രത്തിൽ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കാമെന്നേ. നമ്മളൊരു ഞാനിന്ന് 5:30 കഴിഞ്ഞു എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾക്ക് ഇതുപോലെ ഉപ്പിൻ്റെ പാത്രത്തിൽ ഉപ്പിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അതുപോലെ ഇട്ട് വെക്കണേ. ഉപ്പ് മഹാലക്ഷ്മിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഇഡ്ഡലി ഞാൻ പറഞ്ഞല്ലോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിപ്പണി കഴിഞ്ഞ് അത് മാറ്റി വെച്ചു. ബാക്കിയുള്ള മാവിനെ നമുക്കൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ആ പാത്രം കഴുകി വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി ആക്കണത്. അത് മോന് വേണ്ടിയിട്ടാണ്. അവന് മല്ലിയില ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതാക്കുന്നത്. കുറച്ച് ചട്നിയും ആക്കുവേ. പിന്നെ ആൾ കുറവാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ആക്കി കൊടുക്കണ്ട, അതിനല്ലേ നമ്മൾ അമ്മമാർ. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെയെല്ലാം അവർക്ക് ടേസ്റ്റിലുണ്ടാക്കി കൊടുക്കുന്നത്. അതിൽ കുറച്ച് മുളക് പൊട്ടിയിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ടു. ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് അതും വഴറ്റി അതിൽ ഉപ്പ് ഇട്ടു നല്ലോണം ഒന്ന് വഴറ്റി അവിടെ ഇതാക്കാൻ വെച്ചു. അതിനുശേഷം അതേ തക്കാളി ചമ്മന്തി ഒന്ന് മിക്സിയിലിട്ട് അരച്ച് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ കുറച്ച് നാളികേര ചട്നിയും അരച്ച് വെച്ചു. അപ്പോൾ എനിക്ക് തലേ ദിവസത്തെ തുണികൾ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു. തലേ ദിവസം എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞാനതവിടെ വെച്ചു. രാവിലെ അപ്പോൾ ഇത് ഈ പണിയുടെ തിരക്കിൽ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതപ്പോൾ സാധിച്ചില്ല. അപ്പോൾ ഞാൻ വേഗം തുണികൾ മടക്കി വയ്ക്കും. ഈ തുണികൾ മടക്കി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിച്ച് വന്നതിന് ശേഷം വിളക്ക് വെക്കലാണ്. സമീൻ്റെ അവിടെയൊക്കെ ഞാൻ വിളക്ക് വെക്കാൻ റെഡിയായി. അപ്പോൾ വിളക്കൊക്കെ വെച്ച് വെള്ളിയാഴ്ച ലൈറ്റായിട്ടൊരു ചെറിയൊരു പൂജയൊക്കെ കഴിക്കും. എന്നും രാവിലെ ഇതുപോലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പൂജ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു പൂജ ചെയ്യും. അപ്പം അങ്ങനെ സാമ്പ്രാണിയെല്ലാം കാണിച്ച് എല്ലാവർക്കും കാണിച്ച് ഞാനും അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ദൈവമല്ലേ ഉള്ളൂ അല്ലേ, ദൈവത്തിൻ്റെ അടുത്തല്ലേ നമുക്ക് എല്ലാം പറയാനും സങ്കടങ്ങളും എല്ലാം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ തൊഴുത്തങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും മോന് പോകാറായിട്ട് അവനും
അപ്പോൾ ഇന്ന് ഹർത്താലാണ്. അപ്പോൾ മോന് പോകണ്ട, എന്നാലും കൂടി അവൻ്റെ രാവിലത്തെ അവന് വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനും കൂടിയിട്ടൊന്ന് സാമ്പ്രാണി കാണിക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ ഭഗവാന്മാർക്ക് ആദ്യം ഒന്നും കൂടിയൊക്കെ ഒന്ന് സാമ്പ്രാണി കാണിച്ചിട്ട് അവനെയും കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ രാവിലത്തെ ആ പൂജയും തിരക്കുകളും അതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ, ഈ രാവിലെ നേരത്തെ കാര്യങ്ങളും ഇങ്ങനെ വിളക്ക് വെക്കലും പൂജയും കോലും അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം പിന്നെ ഗ്യാസ് കത്തിച്ചു. നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് കുക്കറിൽ ആണ് ചോറ് വയ്ക്കുന്നത്. ഇന്ന് ലീവാണെങ്കിലും കൂട്ടി എനിക്ക് പോകണം, അതുകൊണ്ട്. അപ്പോൾ സാമ്പാറാണ് എളുപ്പപ്പണിക്ക്, വേഗം സാമ്പാർ വയ്ക്കാൻ വെച്ചിട്ട് പരിപ്പും ഉരുളക്കിഴങ്ങും അതൊക്കെ ഇട്ട് അങ്ങനെ പെട്ടെന്ന് വേവാത്ത കഷ്ണങ്ങളൊക്കെ ഇട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അരി കഴുകി കുക്കറിൽ അരിയിടാൻ വേഗം അരിയിടട്ടെ. അപ്പോഴത്തേക്കും പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞു, കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ പരിപ്പൊക്കെ ഇട്ട്. പിന്നെ ഞാൻ സാധാരണ എപ്പോഴും സാമ്പാർ ആക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ സാമ്പാറിൽ. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് പുളി ഒഴിച്ച് സാമ്പാർ പൊടി വറുത്തിട്ടു, അത്രയേ ഉള്ളൂ. വറുത്തരയ്ക്കലൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലിക്ക് അത്യാവശ്യം കഴിക്കണവർക്ക് കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച 9 പോലെ അടിച്ചു വാരം തുടക്കൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ പണി തീരുകയില്ല പണി. അപ്പോൾ ഞാൻ ചോറ് വാർക്കലാണ്. ചോറായിട്ടുണ്ട്, ചോറ് വാർത്ത് വെച്ച് അതിന് ശേഷം പിന്നെ എനിക്കുള്ള ഭക്ഷണം ഞാൻ വേഗം എടുത്ത് കഴിച്ചിട്ട് എനിക്ക് പോകേണ്ടതാണല്ലോ, അപ്പോൾ ഞാനും കൂടിയിട്ട് വേഗം ഭക്ഷണം എടുത്ത് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി ഞാനൊരു 2 ഇഡ്ഡലി കഴിക്കുന്നുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കഴിക്കണമെന്നില്ല. 2 ഇഡ്ഡലി. എൻ്റെ അടുത്ത് രാവിലെ അരി ഭക്ഷണം തന്നെ കഴിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ എന്നാൽ അങ്ങനത്തെ ദിവസം എനിക്ക് ഭയങ്കര തലവേദന വരും. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കുറേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനൊരു 2 ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയെല്ലാം കഴിച്ച് ഇഡ്ഡലിയും ചമ്മന്തിയെല്ലാം കഴിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. ഇനിയിപ്പോൾ മുടി കെട്ടൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് എൻ്റെ മേക്കപ്പൊക്കെ അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റെഡിയായിട്ട് ഭക്ഷണം കഴിച്ച് റെഡിയായിട്ട് ഞാൻ പോകാൻ നോക്കട്ടെ കേട്ടോ.